അപ്പോൾ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് നമ്മളത് കംഫർട്ട് ഫീലിലേക്ക് വന്നപ്പോൾ ഞാനും നമ്മുടെ ചൈനക്കാരി സുഹൃത്തും കൂടിയിട്ട് കുറച്ച് ജാക്ക് ആൻഡ് റോസ് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം നമുക്ക് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനത്തെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ അവിടെ ചെയ്തു. അത് കണ്ടപ്പോൾ മറ്റുള്ളവരൊക്കെ ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് കണ്ടിട്ട് അവർ ആസ്വദിച്ച് ചിരിക്കുന്നതാണത്. കളിയാക്കിയിട്ടും ഞങ്ങൾ ഇത്രയും റിസ്കി സമയത്ത് പോയി ഫോട്ടോസൊക്കെ എടുത്ത് എൻജോയ് ചെയ്യുന്ന കണ്ടപ്പോൾ മറ്റുള്ളവർക്ക് വളരെ ജോക്കായിട്ടൊക്കെ തോന്നി കാണും. പക്ഷെ നമ്മൾ ഏതൊരു സ്ഥലത്താണെങ്കിലും മൈൻഡ്ഫുൾ ആവുക, എൻജോയ് ചെയ്യുക, നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം 100% റിലാക്സ് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അതാണ് നമ്മുടെ പോളിസി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെയായാലും നല്ല റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്ത് ആ മൊമെന്റ് മൈൻഡ്ഫുൾ ആയിട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ അതിന് നമുക്ക് പ്രായമോ ഭാഷയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും ഒന്നും നമുക്ക് ബാധകമല്ല. അപ്പോൾ എല്ലാവരുടെ അടുത്തും നല്ല സ്നേഹത്തോട് പെരുമാറുക, അവർ തിരിച്ച് നമ്മളോട് അതുപോലെ തന്നെ പെരുമാറും. അപ്പം അങ്ങനെ ഒരു സൂപ്പറായിട്ടുള്ള ഒരു സെയിലിംഗ് വിശേഷങ്ങളാണ് നിങ്ങളിപ്പോൾ കേട്ടത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ സെയിലിങ്ങിന് പോകാനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈഫിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങളും ചെയ്യുക. അഡ്വഞ്ചറസ് ആയിട്ടുള്ള പല കാര്യങ്ങളും അതിലുണ്ട്. എന്നാലും കുറച്ച് പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് കുറച്ച് ട്രെയിൻഡൊക്കെ ആയി കെട്ടാനൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും സെയിലിങ്ങിന് പോകാം.